കളർ വേണം, പെയിന്റിന്റെ ബ്രഷ് വേണം, പച്ച വേണം, വെള്ളം വേണം, ഒരു പേപ്പറും വേണം. ഇത്രയെണ്ണം മതി. മുട്ടത്തോട് വേണം. ഇത് നമ്മൾ എങ്ങനെയുള്ള മുട്ടത്തോടാ ഇതിന് വേണ്ടിയേ? ഇതുപോലത്തെ അതെ, അമ്മമാരെ അടുക്കളയിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മുട്ടത്തോടുണ്ടല്ലോ, അതെടുത്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം മുട്ടയൊന്നും പൊട്ടിക്കണ്ട കേട്ടോ. ഇത് ചെയ്യും. അമ്മയുടെ കയ്യിൽ കൊടുത്താൽ ഇത് അമ്മ ഷേപ്പ് ചെയ്ത് വെക്കും. നമുക്ക് അമ്മയുടെ കയ്യിൽ കത്രിക ഇതും കൊടുത്തു. നിങ്ങൾ അമ്മമാരെ കൈ കൊത്താണ് ഷേപ്പ് ചെയ്യേണ്ട. അല്ലെങ്കിൽ നമ്മളെ കൈ ഇത് ബ്ലഡ് വരും. അപ്പൊ നമ്മൾ ഇതില് ഇനി റെഡ് പെയിന്റും വെള്ള പെയിന്റും അടിച്ചു കൊടുക്കും. ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഇതിൽ പെയിന്റ് അടിച്ചു നോക്കാം. വളരെ ശ്രദ്ധയോടെ കൂട്ടുകാരെ ഒരുപാട് അടുപ്പിച്ച് ഡോട്ട് കൊടുക്കരുത്. കുറച്ച് അതിനായിട്ട് ഡോട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിരട്ടയിലാണ് നമ്മൾ കൂൺ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെ കൂണിന് 3 കളർ മിക്സ് ചെയ്തിട്ട് ബ്രൗൺ കളർ ആകുമോ നോക്കാം. ഓക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി കളർ അടിച്ച ആ ചിരട്ടയിലേക്ക് നമ്മുടെ അതിൽ പഴയ കുറച്ച് ക്ലേ ഇരിപ്പുണ്ട്. അപ്പം അത് നിറച്ചു കൊടുക്കും. നിറച്ചു കൊടുത്തതിന് ശേഷം ആ കൂണുകൾ ഓരോന്നായി അതിൽ കുത്തി നിർത്താം. ഹലോ കൂട്ടുകാരെ, ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷനും കൂടെ ഉണ്ട്. നമ്മൾ കുതിർത്ത് പൊടിച്ച് വെച്ച പേപ്പർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ച കളർ പുല്ലിന്റെ കളറും കൂടെ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാരും ചെയ്ത് നോക്കണേ. ഇതാണ് നമ്മളെ ചാനൽ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ഇതാണ് നമ്മളെ ഇവലും അപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ചെയ്തതിന് ശേഷം ടേബിളൊക്കെ ക്ലീൻ ചെയ്യാം. പിന്നെ പെയിന്റ് ഒന്നും എടുത്ത് വായിൽ വയ്ക്കാൻ പാടില്ല. കയ്യിലായ പെയിന്റ് നന്നായിട്ട് കഴുകി കളയണം. പിന്നെ അമ്മമാരുടെ ഹെൽപ്പോട് കൂടി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.